എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. നാളികേരൊന്നും വറുത്തരയ്ക്കാതെ തയ്യാറാക്കിയെടുത്ത ഉള്ളിക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഉള്ളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഇതാ ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറി എത്രയാണോ തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് ചെറിയുള്ളി എടുക്കുക. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെറിയുള്ളി ആയതുകൊണ്ട് ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതാ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ എന്താ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഇതുപോലെ കറിക്കൊക്കെ ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇതാ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വീതം രണ്ടും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണിലും താഴെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കായപ്പൊടി കരിഞ്ഞു പോകരുത്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഞാനതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ നല്ല പോലെ ഒന്ന് മാറി കിട്ടണം. ആ ഒരു ഗോൾഡൻ കളറിലേക്ക് തന്നെ കിട്ടണം കേട്ടോ. ഇതുപോലെ കറികൾ തയ്യാറാക്കി എടുക്കുമ്പം അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. അപ്പോഴാണ് ടേസ്റ്റൊക്കെ കിട്ടുക. ചെറുതായിട്ട് ഒന്ന് ചെറിയുള്ളിയുടെ കളറ് മാറിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ല പോലെ വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. ഇതിപ്പോൾ ചെറിയുള്ളിയുടെ കളറൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടും. ചെറിയ ഉള്ളിയല്ലേ, പെട്ടെന്ന് വഴണ്ടി കിട്ടും. കളറൊക്കെ മാറി നല്ല പോലെ നമ്മുടെ ഉള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഉള്ളി വേവേണ്ട പാകം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ പുളിവെള്ളം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഉള്ളിയുടെ അളവനുസരിച്ച് പുളിയുടെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം കേട്ടോ. ഇനിതാ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റെങ്കിലും നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ആ പുളിയൊക്കെ ഉള്ളിയിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റിയിട്ട് ആ ഉള്ളിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഇപ്പം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തോളൂ. ഇനി മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ ഈ സമയത്ത് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. ഇനി നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൊടുക്കേണ്ടത് ചൂടുവെള്ളം തന്നെ കൊടുക്കണം കേട്ടോ. തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പാകത്തിന് വെള്ളം കൂടി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് ശർക്കര നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കൂ കേട്ടോ. അതൊരുപാട് ആയി പോകരുത്, കുറച്ചേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളം കുറച്ചൊന്ന് വറ്റി കിട്ടണം. ഇപ്പം നമ്മുടെ കറി കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയാണ്. നാളികേരമൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ 2-3 ദിവസമൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൺചട്ടി ആയതുകൊണ്ടാണ് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഉള്ളിക്കറി തയ്യാറാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം നമ്മുടെ കറി കറക്റ്റ് കുറുകി നല്ല പാകമായി വന്നിട്ടുണ്ട്. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.